ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ തമ്പനയിൽ കണ്ട പോലെ ഈ ഉത്രാട പാച്ചിൽ എന്നൊക്കെ കേട്ടില്ലേ, അതുപോലെ നമ്മൾ നൂല് കെട്ടുന്ന പാച്ചിലാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലേക്കാണ് ഈ പാച്ചിൽ എന്നൊക്കെ പറയുക ഓട്ടത്തിനാണ് കേട്ടോ. അതാ അജ്ജാതി ഒരു ഓട്ടമാണ് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നാട്ടിലേക്ക് പാച്ചിൽ എന്ന് പറയുമോ? എന്തിനാലേ അസ്ഥാനത്ത് ഇങ്ങനെ ഒരു ചോദ്യം? നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ കാശീൻ്റെ നൂലുകെട്ടാണ് സംസാര വിഷയമല്ലോ, നമ്മുടെ വിഷയം. അപ്പം ആ ഒരു പരിപാടിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു വെച്ചു. എനിക്കെല്ലാം പക്കയായിട്ട് ചെയ്യുന്നതിനോടാണ് താല്പര്യം. ഒന്നും ലാസ്റ്റിലേക്ക് വെച്ചിട്ട് ഓടാനുള്ള താല്പര്യമില്ല. ഇതുവരെ അങ്ങനെ പ്രോഗ്രാം ലാസ്റ്റിലേക്ക് ഇങ്ങനെ ഓടേണ്ടി വന്നിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയൊരു പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞങ്ങളുടെ ബാക്കിയെല്ലാം സെറ്റാണ്, ഡ്രസ്സ് ഇങ്ങോട്ട് കയ്യിലേക്ക് കിട്ടേണ്ട താമസമേ ഉള്ളൂ. അപ്പോൾ ഒരു ടീമായിട്ട് നമ്മൾ സംസാരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് അവർ അടിപൊളിയായിട്ടൊരു സംഭവമൊക്കെ സെറ്റ് ചെയ്ത് തരുമായിരുന്നു. അങ്ങനെ അവരവിടുന്ന് അയച്ചു. ബാംഗ്ലൂരിൽ നിന്നായിരുന്നു. അപ്പോൾ അവരവിടുന്ന് അയച്ചു. പിന്നെ നമുക്ക് അയക്കുകയും ചെയ്തു. കിട്ടേണ്ട ആൾക്കാർ നമ്മളെ കയ്യിലങ്ങ് കിട്ടിയില്ല. അവസാനം ഇത് കൊറിയർ എവിടെയാണെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ. ഇനി വേറെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഇത് വെള്ളിയാഴ്ചയാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വെള്ളിയാഴ്ചയാണ്. ഞായറാഴ്ചയാണ് നമ്മളെ പ്രോഗ്രാം. ഇത് സ്റ്റിച്ച് ചെയ്ത് കിട്ടാൻ ശനിയാഴ്ച ആവും ഇല്ലേ? ശനിയാഴ്ച ഒരു ദിവസമെങ്കിലും വേണ്ടേ സ്റ്റിച്ച് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അവസാനം ഞങ്ങൾ ആ ലാസ്റ്റ് നിമിഷത്തിൽ പോയി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോണ പോക്കാണിത്. കാരണം ഞങ്ങൾക്ക് ആകെ ടെൻഷനായിപ്പോയി. അയ്യോ, നമ്മൾ എന്ത് ചെയ്യും? വാവയ്ക്കും എടുത്തില്ല, നമുക്കുമില്ല, ആകെ പെട്ടല്ലോ എന്നുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെ ശോഭികയിലെത്തി ഞങ്ങളിതാ നേരെ പോണത് വാവയ്ക്ക് ഡ്രസ്സ് എടുക്കണം. ഞങ്ങൾക്ക് എല്ലാവർക്കും എടുക്കണം കേട്ടോ. സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊരു സെറ്റ് മുണ്ടുണ്ട്. അപ്പോൾ അതിനൊരു ബ്ലൗസ് എടുക്കാം. പിന്നെ തുമ്പമ്മയ്ക്കാണെങ്കിലും ഒരു ബ്ലൗസും അതേ കളർ ബ്ലൗസും പിന്നെ ഒരു ഗോൾഡൻ ടിഷ്യൂൻ്റെ പട്ടുപാട് എടുക്കാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അവിടെ പോയി ഞങ്ങൾ കളർ കോഡായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ വാവയ്ക്ക് കളർ ഷർട്ട് കിട്ടിയില്ല കേട്ടോ. അതായത് ഈ സെറ്റിൽ കിട്ടിയില്ല. ഇങ്ങനെ സെറ്റിൽ ഈ ഗോൾഡൻ കളർ നൂലുകെട്ട് സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം ഇനി അത് വാങ്ങിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അതെടുക്കല. നമുക്കിതൊന്നും അല്ലാതെ വേറെ നിവൃത്തിയില്ല കേട്ടോ. നിങ്ങളാകെ ശരിക്കും പറഞ്ഞിട്ട് എൻ്റെ മുഖത്തൊരു സന്തോഷമൊക്കെ കാണില്ല. കാരണം സാധാരണ എല്ലാ വ്ളോഗിലും വിളിച്ച് കാട്ടി സന്തോഷവും പ്രകടിപ്പിച്ച് നടക്കുന്നത് ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡൗണായിപ്പോയി. എനിക്കാകെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിപ്പോയി കേട്ടോ. ഇനി എന്ത് ചെയ്യും നമ്മളെന്ന്. അങ്ങനെ കാശിക്ക് കിട്ടുമ്പോൾ അല്ലുവിന് കിട്ടില്ല, അല്ലുവിനും കാശിക്കും കിട്ടുമ്പോൾ വൈശാട്ടിന് കിട്ടില്ല. അത് കഴിഞ്ഞ് തുമ്പീൻ്റെതൊക്കെ ലാസ്റ്റ് എടുക്കുക, ക്ലോത്തല്ലേ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് ഇവർക്ക് വേണ്ടിയിട്ട് കുറേ തപ്പി നടന്ന് അവസാനം ഒരു രക്ഷയില്ല. കാശീനെ നമ്മൾ ഗോൾഡൻ കളറിലേക്ക് മാറ്റുകയും ചെയ്തു. നമ്മളെന്ത് ചെയ്തു, അവിടെ നിന്നൊരു ഡാർക്ക് ബ്ലൂ അല്ലൂസിന് ഷർട്ട് കിട്ടുകയും ചെയ്തു. ദെൻ നമ്മൾ പോകുന്ന വൈശാട്ടിന് വേണ്ടിയിട്ട്. ഇനി വൈശാട്ടിന് അത് കിട്ടണമല്ലോ. അപ്പോൾ അവിടെ പോയി വൈശാട്ടിന് വേണ്ടിയിട്ട് ഷർട്ട് കുറേ തപ്പിയിട്ടോ. പക്ഷേ ആ ഒരു കളറ് ആ കറക്റ്റ് എക്സാക്റ്റ് കളറ് നമുക്ക് കിട്ടണേ ഉണ്ടായിരുന്നില്ല. അവസാനം കളറ് മാറ്റാമെന്ന് തീരുമാനിച്ച്. അങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടനും അല്ലൂസും കൂടെ മുകളിലേക്ക് പോയ സമയത്ത് ഞാൻ അവിടെ ഇരുന്നിട്ട് എനിക്ക് വയ്യ സത്യം പറഞ്ഞാണ്. ഇത് കാശിക്ക് പാലൊക്കെ കൊടുത്ത് പാലൊക്കെ എക്സ്പ്രസ് ചെയ്ത് അവിടെ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. എന്നാലും ഒരു ടെൻഷൻ തന്നെയാണല്ലോ നമുക്ക്. അങ്ങനെ അവസാനം ഡാർക്ക് കളർ എങ്ങനെയൊക്കെയോ ഒത്തു കിട്ടി. അപ്പോൾ നോക്കുമ്പോൾ അതിന് മാച്ചായിട്ട് നമുക്ക് കളർ കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുണ്ടല്ലോ അലഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തുമ്പിക്കും എനിക്കും കൂടെ ഞങ്ങൾ കുറേ തപ്പുന്നുണ്ട്. പക്ഷേ ഗോൾഡൻ ഒരു പ്രിൻറ്റിൽ കിട്ടുന്നില്ല. അങ്ങനെ കുറേ നമ്മൾ ശരിക്കും എന്താ പറയുക, എനിക്ക് മനസ്സോട് മടുപ്പ് വരുന്ന രീതിക്ക് എനിക്ക് സങ്കടമാകുക ചില സമയം. എനിക്കാണെങ്കിൽ കാലിൽ നിന്നൊക്കെ വേദന വരും. നമ്മൾ പ്രസവിച്ചെടുക്കുന്ന സമയമല്ലേ. ഇങ്ങനെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഓടാനൊക്കെ ഓടും. അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ സങ്കടം പറയും, എനിക്ക് വയ്യ, എനിക്ക് കാലൊക്കെ വേദനയുണ്ടെന്നൊക്കെ പറയട്ടോ. പക്ഷെ നമുക്ക് ഒരു കാര്യം നടക്കണമെങ്കിൽ ഇങ്ങനെ നടന്നല്ലേ പറ്റൂ. അവസാനം എങ്ങനെയൊക്കെയോ ഒരുവിധം അവിടെ നിന്ന് എനിക്കും തുമ്പിക്കും എടുത്തില്ല, ബാക്കി ഇവർക്കൊക്കെ എടുത്തു കേട്ടോ. ഇനി നമുക്ക് ക്ലോത്ത് വേറെ എവിടെയെങ്കിലും നോക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് പാക്കൊക്കെ ചെയ്ത് ഇറങ്ങുമ്പോഴാണ് ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചത്. 9 മണിയാവാനായിട്ട്. 9 മണിക്ക് ഇനി 8:58 അങ്ങനെ എന്തോ സമയം അയക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കത്തിച്ച് വിടുന്നത് ഇപ്പോൾ എവിടേക്ക് വെച്ചാൽ സൂര്യ സിൽക്സിലേക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ മേമനെ വിളിച്ചു നോക്കി. മേമ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്. മേമനെ വിളിച്ചു. മേമ പറഞ്ഞു ആടി ഒരു 10 മണി വരെയൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ ഞങ്ങൾ സമാധാനിച്ച് അങ്ങനെ ഞങ്ങൾ ഇത്രയും ബ്ലോക്കും കാര്യമൊക്കെ താണ്ടി സൂര്യ സിൽക്സിൽ എത്തി നോക്കുമ്പം അത് ക്ലോസ്ഡ് ആണ് ഗൈസ്. കാരണം നമുക്ക് ഈ കസ്റ്റമേഴ്സ് ഉള്ളതിനനുസരിച്ചാണല്ലോ ടൈം. അപ്പോൾ ഇന്നധികം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ 9:19 കറക്റ്റ് അവിടെ എത്തിയപ്പോഴത്തേക്കും അത് അടച്ചുപോയി. അവസാനം അവിടുന്ന് വാങ്ങിക്കാതെ തിരിച്ചു പോരേണ്ടി വന്നു. ഇനി നാളെ രാവിലെ പോകാം എന്നുള്ളൊരു ധാരണയിലാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. കഴിഞ്ഞ 2-2.5 ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഈ കൊറിയർ എവിടെയാണെന്നുള്ളത് തപ്പിക്കൊണ്ടായിരുന്നു നടക്കുന്നത്. കുറച്ച് ആൾക്കാർ പറയും പാലക്കാട്, കുറച്ച് ആൾക്കാർ കോഴിക്കോട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ അവസാനം മനസ്സ് മടുത്തു പോയിട്ടുണ്ടായിരുന്നു. ഗൈസ്, ഇന്ന് വല്ലാത്തൊരു അലച്ചിൽ ഡേ ആയിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വട്ട് പിടിച്ച് പോകുന്നൊരു ദിവസമായിരുന്നു. ആക്ച്വലി നമ്മൾ ഫങ്ഷൻസ് എന്തുണ്ടെങ്കിലും ഡ്രസ്സ് അതായത് ഡ്രസ് കോഡ് അല്ലെങ്കിൽ ഇന്ന കളർ ഡ്രസ്സ് അങ്ങനെയൊക്കെ എനിക്ക് അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വാവയുടെ നൂലുകെട്ട് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം തൊട്ടേ പ്ലാൻ ചെയ്ത് പക്ക കസ്റ്റമൈസ്ഡ് ആയിട്ട്, അതും ഒരു പേജിൻ്റെ അവരുടെ കഴിവ് മൊത്തം അവർ ഇറക്കി ചെയ്തൊരു വർക്ക്. ആ ഒരു വർക്ക് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുത്ത കൊറിയർ സർവീസാണ്, കൊറിയർ ഏജൻസിയാണ് എന്താ പറയുക ഞങ്ങൾക്ക് പണി തന്നത്. പേരെന്നെ പറയാം, പ്രൊഫഷണൽ കൊറിയർ എന്ന് പറഞ്ഞിട്ടൊരു കൊറിയർ ഏജൻസി. അതുവഴിയാണ് അവർ ആ പ്രൊഡക്റ്റ് നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. ആ ഡ്രസ്സ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ആ ഡ്രസ്സ് നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. സോ അവരയച്ചത് ബാംഗ്ലൂരിൽ നിന്നാണ്. അത് എത്തേണ്ടത് നമ്മുടെ നാട്ടിൽ കോഴിക്കോടാണ്. സത്യം പറയട്ടെ,
ഇജാതി ഒരു കസ്റ്റമർ സർവീസിൻ്റെ കാര്യത്തിൽ വളരെ 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 താഴ്ന്ന ഇതിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാരെന്ന് കാണാൻ പറ്റി. കാരണം നമ്മളുടെ ഭാഗത്തുള്ള ഫോൾട്ടല്ല, ആ കുട്ടി അത്രയും കഷ്ടപ്പെട്ട്. ഇപ്പം എനിക്ക് കാശി എങ്ങനെയാണ് 2 മാസമല്ലായുള്ളൂ, അതേപോലത്തെ ഒരു വാവേനയും വെച്ചിട്ടാണ് ആ കുട്ടി ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ആളുടെ സിസ്റ്റർ ഇൻ ലോയും ഉണ്ട്, ആൾക്കും ഒരു ചെറിയ കുട്ടിയുള്ളത്. ഈ 2 ചെറിയ മക്കളെയും വെച്ചിട്ട് ഇവർ ഈ വർക്ക് ചെയ്ത് നമ്മൾ ഒരു ഫാമിലി കോംബോ സെറ്റ് ചെയ്ത് നമുക്ക് അയച്ചതാണ്. അങ്ങനെ അയച്ചിട്ട് ഇവർ കൊടുത്ത സ്ഥലം ബാംഗ്ലൂരാണ്. അവരാണെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവരിങ്ങടേക്ക് ചൂടാവുക. ഇവർ ഈ സാധനം അയച്ചിരിക്കുന്നത് കോഴിക്കോട്, നമ്മുടെ സ്ഥലത്തേക്കാണ്. കോഴിക്കോട് എത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ച് നോക്കുമ്പോൾ അവരും ചൂടാവുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പാലക്കാടാണ് ഇത് എത്തിയിരിക്കണതെന്ന് നമുക്കിത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ട്രാക്കിംഗ് ID എന്നൊരു സാധനം തരുന്നത്. അപ്പോൾ നമ്മളത് നോക്കുമ്പോൾ പാലക്കാടാണ് സാധനം എത്തിയിരിക്കുന്നത്. പാലക്കാട് വിളിച്ചു ചോദിക്കാൻ നേരത്ത് ഇവർ പലരും പലതാണ് പറയുന്നത്. അതായത് ഇതിനെക്കുറിച്ച് ഇവർക്ക് തന്നെ ഒരു ധാരണയില്ല. ചില ആൾക്കാർ പറയുന്നുണ്ട് പാലക്കാട് എത്തില്ല, പാലക്കാട് അത് കയറ്റാറില്ല, ഒരു ടാക്സോ എന്തോ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈറ്റിൽ ഇത് കാണിക്കുന്നതെന്ന്. ചില ആൾക്കാർ പറയുന്നു സൈറ്റിൽ അപ്ഡേറ്റഡ് ആയിട്ടില്ല പ്രൊഡക്റ്റ് എവിടെയാണ് ഉള്ളതെന്ന്. വേറൊരാൾ പറയുന്നു പാലക്കാട് എത്തിയെന്ന്. പിന്നെ നമ്മൾ കോഴിക്കോട് വിളിച്ചു നോക്കുമ്പോൾ കോഴിക്കോട് എന്ന് പറയുന്നു കോഴിക്കോട് ഗോഡൗണിലുണ്ടെന്ന്. ഗൈസ് പറഞ്ഞു വന്നത്, എന്നിട്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് പാലക്കാടാണെന്ന്, ചില ആൾക്കാർ പറയുന്നത് കോഴിക്കോടാണെന്ന്. കോഴിക്കോടാണെന്ന് പറഞ്ഞപ്പോൾ രാവിലെ തൊട്ടിട്ട് ഗോഡൗണിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതായത് ആൾ എടുത്തിരുന്നു പ്രതീക്ഷിച്ചിട്ട്. അപ്പോൾ അവർ പറയുന്നു ഉച്ചയ്ക്ക് രാവിലത്തെ ബണ്ടിലുണ്ടാവും, എടുത്തുതരാം, 10 മണിക്ക് വരാൻ പറഞ്ഞു. 10 മണിക്ക് ചെന്നപ്പോൾ പറഞ്ഞു ഉച്ചയ്ക്കത്തെ ബണ്ടിലുണ്ടാവും. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം, ഇങ്ങനെ പറഞ്ഞ് രാവിലത്തെ വൈകുന്നേരം വരെ ഗോഡൗണിൻ്റെ മുമ്പിലിരുത്തി. അത് കഴിഞ്ഞപ്പോൾ ഒരു പറയുന്നത് കോഴിക്കോടുള്ള ഓഫീസിലായിരിക്കും അത് ഉണ്ടാവുകയെന്ന്. അങ്ങനെ അവിടെ പോയി ചോദിക്കുമ്പോൾ ഒരു ഇങ്ങോട്ടേക്ക് ചൂടാവുകയാണ് അത്രേ. അങ്ങനെ മൊത്തത്തിൽ എൻ്റെ പൊന്നേ ഒട്ടും കസ്റ്റമർ സർവീസ് ഇല്ലാത്ത, അതും അയച്ച പ്രൊഡക്റ്റിൽ അയച്ച ടീമിനോ അല്ലെ വാങ്ങേണ്ട ടീമിനോ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു കൊറിയർ സർവീസാണ്. ആരും പോയി തലയിൽ വെക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. എനിക്കൊന്നും ഇനിയിപ്പം പ്രൊമോഷണൽ കാര്യമായിട്ടൊക്കെ കുറേ കൊറിയറും കാര്യങ്ങളൊക്കെ വരുന്ന ആളാണ് ഞാൻ. പ്രൊഫഷണൽ കൊറിയറിൽ ഒരിക്കലും അയക്കരുത്. പിന്നീടല്ല എല്ലാവരും അല്ല ഞാൻ പറയുന്നത് കേട്ടോ, ഈ ഡീൽ ചെയ്ത വ്യക്തികളെ മാത്രം. അപ്പം ഞാൻ പറയട്ടെ ഒരു എക്സാമ്പിൾ, കൊടുവള്ളി ഞങ്ങൾക്ക് കിട്ടേണ്ട കൊടുവള്ളി പ്രൊഫഷണൽ കൊറിയർ ഉണ്ട്. അവിടെയുള്ള 2 വ്യക്തികളും ഞങ്ങളോട് മാന്യമായിട്ടാണ് പെരുമാറിയത്. അവിടെ സാധനം ഇല്ല എന്നുള്ളതും എന്നിട്ട് പോലും അവർ നമ്മുടെ ID എടുത്ത് നോക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പെരുമാറ്റം, അതായത് ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന രീതി, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇപ്പോൾ ഏതൊരു മേഖലയാണെങ്കിലും ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന രീതിയിലാണ് അവരെങ്ങനെ മറ്റൊരാളുടെ അടുത്ത് പെരുമാറുന്നൊക്കെ അതൊക്കെ വെച്ചിട്ടല്ലേ നമ്മളത് അളക്കുക. ഇപ്പോൾ പ്രൊഫഷണൽ കൊറിയർ എന്ന് പറഞ്ഞൊരു കൊറിയർ സെൻറ്ററിൽ നിന്നിട്ട് ഞാനിപ്പോൾ ഇന്ന് വിളിച്ചത്, ഞാൻ മാത്രമല്ല ഈ പറയുന്ന കുട്ടിയാണെങ്കിലും ബാംഗ്ലൂർ, പാലക്കാട്, പിന്നെ കോഴിക്കോട് തന്നെയുള്ള എല്ലാ സെൻറ്റേഴ്സിനും വിളിക്കാൻ നമ്മൾ അടുത്തുള്ളതൊക്കെ താമരശ്ശേരി, കുന്നമംഗലം, കൊടുവള്ളി, ഇവിടെയൊക്കെ ഇങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ വിളിച്ചു നോക്കുന്നുണ്ട്. അതിൽ ഈ കോഴിക്കോട് മെയിൻ സെൻറ്ററിലുള്ളതും ബാംഗ്ലൂരുള്ളതും പാലക്കാടുള്ളതും ടീമൊക്കെ എൻ്റെ പൊന്നെ എന്ത് മനുഷ്യന്മാരാണ് ഞാൻ ചിന്തിക്കുന്നത്. അവരടുത്ത് വന്ന ഫോൾട്ടാണെങ്കിൽ അതവർ സമ്മതിക്കുക. എന്നിട്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം ട്രൈ ചെയ്യാമെന്നോ പെട്ടെന്ന് എത്തിക്കാമെന്നോ അങ്ങനെയൊന്നുമല്ല. അവർ ഇങ്ങോട്ട് ചൂടാവും, ഞങ്ങളെന്താ ചെയ്യുക ഞങ്ങൾക്കറിയില്ല. ട്രാക്കിംഗ് ID എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാക്ക് ചെയ്യാനുള്ളതാണല്ലോ, അതുപോലും കറക്റ്റായിട്ട് അപ്ഡേറ്റഡ് അല്ലാത്ത ഒരു സിസ്റ്റം. എന്താണെന്ന് എനിക്കറിയില്ല. ഇത്രയും ലക്ഷക്കണക്കിന് കൊറിയർ ദിവസവും പോകുന്നതെന്ന് ഓരെന്നെ പറയുന്നു, പക്ഷേ ട്രാക്കിംഗ് ഒന്നും കാര്യമായിട്ട് നടക്കുന്നുമില്ല. അപ്പോൾ ആരും വിശ്വസിച്ച് അയക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ല എന്നുള്ളത് മനസ്സിലായി. ആ ഒരൊറ്റ കാരണം കൊണ്ടൊന്നും ഞങ്ങൾ അലച്ചിലിന് ഒരു കണക്കും കഴിയൂല. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അത്രയ്ക്കും ബോഡി പെയിനും മെൻ്റലിയും ഒക്കെ കൂടെ അങ്ങനെ ഭ്രാന്ത് പിടിച്ച് നിൽക്കായിരുന്നു. കാരണം നമ്മൾ ഈ ഒരു സാധനം പ്രതീക്ഷിച്ചിങ്ങനെ നിൽക്കാൻ തുടങ്ങി 2-3 ദിവസമായി. അവരിങ്ങനെ പ്രതീക്ഷയും തരുന്നുണ്ട് നാളെ വരും മറ്റന്നാൾ വരും. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് അവസാനം പരിപാടിൻ്റെ തലേന്നായി. ഞായറാഴ്ചയാണ് പ്രോഗ്രാം, ഇന്ന് ശനിയാഴ്ചയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെ അവസ്ഥ. ഇങ്ങനെ തട്ടിക്കൂട്ടിയൊരു പരിപാടി ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും നല്ല പണിയാണ് തന്നത്. അറ്റ്ലീസ്റ്റ് അവരുടെ അടുത്തുള്ള തെറ്റ് മനസ്സിലാക്കി നല്ല രീതിക്ക് പെരുമാറെങ്കിലും ചെയ്യായിരുന്നു അല്ലേ. അതുപോലും ചെയ്യാത്ത ടീംസ് എന്തായാലും ഒന്നും പറയാനില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പരിപാടി. ഇനിയിപ്പോൾ എന്താവും, എങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടുമോ, എങ്ങനെ കിട്ടും, എന്തായിരിക്കും ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട്, അങ്ങനെയൊന്നും അറിഞ്ഞൂടാ. ഞാൻ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളായതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഒരു സങ്കടം തോന്നിയൊരു കാര്യമാണ്. അതിനുവേണ്ടി ഞങ്ങൾ കുറച്ച് ഓടി, ഞങ്ങൾ എന്ത് ചെയ്യും ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ അത് സെറ്റാക്കും എന്നൊക്കെയുള്ള ടെൻഷൻ ഞങ്ങൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു. ഒരു വിധത്തിൽ ഞങ്ങൾ എന്തൊക്കെയോ ഒപ്പിച്ചു, എന്താവും എന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ നമുക്ക് പരിപാടിയിൽ വെച്ച് കാണാം. ഓക്കെ, അത്രയൊക്കെ തന്നെ. എന്തായാലും നല്ലോണം ടെൻഷൻ അടിച്ചിട്ടോ ഈ പരിപാടീൻ്റെ തൊട്ട് മുന്നേ ആയിട്ട്. ഈ ഒരു കാര്യത്തിൻ്റെ മുകളിൽ മറക്കില്ല ചേട്ടന്മാരെ, മറക്കില്ല. ആ കുട്ടിയും ഭയങ്കര ടെൻഷനായിപ്പോയി. ആൾ അത്രയും ആഗ്രഹിച്ച് ചെയ്തൊരു വർക്കാണ്.
ഭാഗ്യമുണ്ടെങ്കിൽ ശനിയാഴ്ച കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് കിട്ടിയാലും അത് സ്റ്റിച്ച് ചെയ്ത് കിട്ടുമെന്നുള്ള ഒന്നും അറിഞ്ഞൂടാ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മക്കളെ, ഫൈനലി നമ്മൾ അന്വേഷിച്ച് നടന്ന സാധനം ഞായറാഴ്ച പരിപാടിയാണെങ്കിൽ ശനിയാഴ്ച രാവിലെ എന്ന് പറയാൻ പറ്റില്ല, ഉച്ച എന്നൊക്കെ വേണം പറയാം, ഉച്ചരാന്ന് വേണമെങ്കിൽ പറയാം. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ നമ്മളെ കയ്യിൽ കിട്ടി. അത് ഓപ്പൺ ചെയ്യുന്ന രംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ആകെ എന്താ പറയുക, അത്രയും ടെൻഷൻ അടിച്ച് ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു പ്രോഗ്രാം നോക്കുമ്പോൾ ഇത്രയും ടെൻഷൻ അടിച്ചിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പോയി ഡ്രസ്സ് എടുക്കുകയും ചെയ്തു. ഇതും വന്ന് അവസാനം നമുക്ക് എന്തായാലും ഇത് ചെയ്യാം. ഇതിൽ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. അതെന്താണെന്നുള്ളത് നമ്മളെ പ്രോഗ്രാം നൂലുകെട്ടുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. അതിലൊരു സ്പെഷ്യൽ സംഭവമുണ്ട്, അതാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുമ്പോൾ ഭയങ്കര സംഭവം അങ്ങനെയല്ല, ഒരു സ്പെഷ്യൽ സംഭവം നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ സ്പെഷ്യൽ സംഭവം ആ ഒരു ഡ്രസ്സിലുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഡ്രസ്സ് കിട്ടിയ പാടും കയ്യോടെ രജിതേശിനടുത്ത് അടിക്കാൻ കൊടുത്തു. ചേച്ചി കൈമലർത്തിയാൽ തീരാവുന്ന പ്രശ്നമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ദൈവമേ, പരിപാടിയൊക്കെ കൊളായി പോയായിരുന്നു. ചേച്ചിക്ക് അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിച്ച് കിട്ടിയില്ലെങ്കിൽ പണി കിട്ടൂലേ. പക്ഷേ ചേച്ചി പാവട്ടോ, നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരാറുണ്ട്. രാത്രിയാണെങ്കിലും വാ, ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ അഞ്ചു ചേച്ചിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ചേച്ചി അവിടെ നിന്ന് കയ്യോട് കൂടി, അതേ രജിതേച്ചി കയ്യോടെ എൻ്റെ സാരീൻ്റെ വക്കൊക്കെ അടിച്ച് തന്ന് നേരെ അഞ്ചു ചേച്ചിൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കുകയാണ്, പ്ലീറ്റ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. നാളെ മേക്കപ്പ് അഞ്ചു ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ അതാ ചേച്ചി, നമ്മൾ വളകാപ്പിൻ്റെയൊക്കെ പിന്നെ മേക്കപ്പ് ചെയ്തതൊക്കെ അഞ്ചു ചേച്ചിയാണ്. അഞ്ചു ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ഒരു ചേച്ചിനെ പോലെ കേട്ടോ. അതാണ് നിത്തുട്ടൻ പറയുന്നത്. ചേച്ചി പോവല്ല, അത് ചേച്ചി കയറ് വാ ഇരിക്കി എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഏട്ടനെ കൂട്ടിക്കൊണ്ട് അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ കാണിച്ചോ കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലോട്ടനാണെങ്കിൽ നല്ല അടിപൊളി ഉറക്കായിരുന്നു ബേക്കുന്നത്. അങ്ങനെ തല പൊക്കി നോക്കിയപ്പോൾ എവിടെയാണ് എത്തിയെന്ന്. അപ്പോഴാണ് സ്ഥലം മാറി വിവരമൊക്കെ അറിഞ്ഞത് കേട്ടോ. അങ്ങനെ നിത്തുട്ടൻ കുറേ നേരമായി ചോദിക്കുന്നത് എന്താണ് മോൻ്റെ പേര് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കാശി എന്നുള്ള പേര് പറഞ്ഞു കൊടുത്തപ്പം അതല്ല, ഒറിജിനൽ നെയിം എന്താ പറയുന്നത് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ, കാരണം നെയിം റിവീലിംഗ് അടുത്ത ദിവസമാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, മോനെ ഇപ്പോൾ പറയാൻ പറ്റില്ല, അടുത്ത ദിവസമാണ് നമുക്ക് സെറ്റാക്കാം, അടുത്ത ദിവസം കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇല്ല ചേച്ചി ഇങ്ങോട്ട് പറയും, ഞങ്ങൾ വീഡിയോ ഒന്നും ഇടൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പറച്ചിലാണ് കേട്ടോ. എന്തായാലും നിങ്ങളും വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. അടുത്ത ദിവസം തന്നെ എന്തായാലും കാണിക്കൂട്ടോ. വീഡിയോ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇടാം. അങ്ങനെ ഞങ്ങൾ അമ്മയുടെ അടുത്തൊക്കെ ബൈ പറഞ്ഞ് പിറ്റേന്നത്തെ ദിവസം മേക്കപ്പിൻ്റെ ടൈം ഏതാന്നൊക്കെ പറഞ്ഞ് സാരിയൊക്കെ അവിടെ ഏൽപ്പിച്ച് തിരിച്ചു പോരുവാണ്. 5 മണിയാകുമ്പോൾ ഞാൻ വരും കേട്ടോ, റെഡിയായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിലൊക്കെ ഒരു ട്വിസ്റ്റ് നടക്കാനുണ്ട്. എന്താണെന്നുള്ളത് അടുത്ത വ്ളോഗിൽ നിങ്ങൾക്ക് വിശദമായിട്ട് പറയാം കേട്ടോ. അപ്പം അവരുടെ അടുത്തൊക്കെ ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ വെച്ച് കീച്ച് വീട്ടിലേക്ക് പോവാണ്. കാശീനെ അവിടെ ആക്കി പോന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാല് വെന്തെന്നായാന്ന് പറയില്ല, അതേ കൂട്ടാണ് ഞാൻ നടക്കുക. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടെൻഷൻ, അയ്യോ എണീക്കോ പാലിന് കരയോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പോയ വഴി അതേപടി സ്പീഡിൽ തന്നെ തിരിച്ച് വീട്ടിലെത്തും കേട്ടോ. എന്നിട്ട് ഓനെ ഫീഡ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ അടുത്ത കാര്യത്തിന് ഓടുന്നുണ്ടാവുക. കാരണം ഇത്തരം കാര്യങ്ങൾക്ക് ഓടാൻ നമ്മൾ തന്നെ ഉള്ളൂ. അപ്പം ഞാൻ പോകേണ്ട കാര്യങ്ങൾ ഞാൻ പോയല്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ പ്രസവിച്ചെടുക്കാന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കിടന്നിട്ടൊന്നും കാര്യമില്ലല്ലോ. അമ്മമ്മൻ്റെ ഇടയ്ക്ക് ചീത്ത അറിയും, കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് ഞാൻ പോവേണ്ട കാര്യങ്ങൾക്ക് ഞാൻ പോയല്ലേ പറ്റൂ. ഏട്ടനും ഒരു നേരം വെറുതെ ഇരുന്നിട്ടില്ല കേട്ടോ. എൻ്റെ അമ്മ ഫുൾ ഓട്ടമായിരുന്നു, ഓരോരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓട്ടത്തിലാണ്. കാരണം കുറച്ച് സാധനം വീട്ടിലായിരിക്കും, കുറച്ച് സാധനം ഇവിടെ ആയിരിക്കും. അപ്പോൾ അവിടുന്ന് ഇവിടേക്ക് എടുത്തുകൊണ്ട് വരും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ കാശിക്ക് പാലൊക്കെ കൊടുത്ത് നമ്മൾ ഒന്നുകൂടെ ഉറക്കി കിടത്തിയിട്ട് അടുത്ത പരിപാടിക്ക് പോയിട്ടുണ്ട്. കാരണം കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പം അതിന് വീട്ടിൽ ആർക്കെങ്കിലും പോകാമായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ. പക്ഷെ അത് മാത്രമല്ല, വേറെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ തന്നെ ഇറങ്ങിയത്. അങ്ങനെ വൈക്കുന്നതാ ഈ പീസിനെയും കൂടെ കിട്ടി. ഇവളെ മിസ് ചെയ്യുന്നതെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവളിപ്പോൾ കുറച്ച് ബിസിയാണ് കേസ്, ഇതൊക്കെ നമ്മൾ വഴിയെ പറയാം. അപ്പം പകുതി വഴിക്കുന്ന ലെവളയും കിട്ടി. അവളിങ്ങനെ എന്തൊക്കെയോ കഥയടിക്കാണ് കേട്ടോ അവിടെ. പിന്നെ അത് പുറത്ത് വിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്ത് വിടുന്നില്ല. എനിക്ക് വയ്യ. ഈ വോയിസിൽ ലാസ്റ്റ് വന്ന കിക്കി എൻ്റെ ചിരിയല്ലാതെ ഇവിടുത്തെ കോളിംബെൽ അടിഞ്ഞതാണ് കേട്ടോ. രണ്ടും ഒരുപോലെയെന്നാണ് വൈശാട്ടൻ പൊതുവെ പറയാറ്. അങ്ങനെ ഞങ്ങൾക്ക് വൈക്കുന്ന കിട്ടി. ഈ സാധനത്തിനെയും കൊണ്ടാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. സാധനങ്ങൾ ഒരുവിധമൊക്കെ നമ്മൾ വാങ്ങിച്ചതാണെന്നാലും നാളത്തേക്ക്, അതായത് നമ്മൾ നൂലുകെട്ടിൻ്റെ സമയത്ത് അവിടെ വെക്കാനുള്ള കുറച്ച് സാധനങ്ങളില്ലേ, അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോണത് കേട്ടോ. 10 റുപ്യേൻ്റെ സാധനമാണെങ്കിൽ ഞങ്ങൾക്ക് ഈ വണ്ടി മസ്റ്റാണ്. കാരണം ഇതില്ലെങ്കിൽ അല്ലൂസിനവിടെ സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ബ്രെഡും ചപ്പാത്തി അങ്ങനെ കുറച്ച് സാധനങ്ങളും കൂടെ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം രാത്രിക്കത്തേക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ബില്ലാക്കണതിന് മുമ്പേ ഓൻ്റെ ഒരു ബില്ല് സെപ്പറേറ്റ് വരാണ്ടാവും. അതായത് പോയി നോക്കുകയാണ് എന്താണ് ഇനി ഓൻ അവിടെ മിഠായി ഉള്ളത് നോക്കാൻ പോയതാണ്. ഒരു ഹറിബറി പർച്ചേസ് ഉണ്ടാവില്ലേ, ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കിച്ചു അപ്പു ആര്യൊക്കെ കൂടെ നടന്ന് പുറപ്പെട്ടുണ്ട്. ഇപ്പോൾ വീടെത്തുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഓരെത്തുന്നതിന് മുമ്പേ വീടെത്താൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് കേട്ടോ. ഇവളീ തരുന്നത് ഈ മുതലിനെയാണ്. ഇവൻ അവിടെ ഇവിടെ ഒളിച്ചിരുന്ന് ചെറിയമ്മയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ കുട്ടി കൊടുക്കുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്, കണ്ട ടെണ്ടടേ. ഇങ്ങനത്തെ എക്സ്പ്രഷനൊക്കെ അവളെടുത്തുനിന്നേ നമ്മൾ പ്രതീക്ഷിക്കാവൂ. ഒരു വിധത്തിൽ കണ്ണി കണ്ടതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വേഗത തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾ അവിടെ എന്തൊക്കെയോ കൗണ്ടർ അടിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അവിടെ പറയല്ലേട്ടോ ചേച്ചി, അയ്യോ ഇതൊന്നും പറയല്ലേട്ടോ എന്നാണ് അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയരുത് എന്ന് പറഞ്ഞ കാര്യം ഞാൻ എങ്ങനെ പറയാം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഗൈസ്. കാരണം വീടെത്തി ആദ്യം നോക്കി അപ്പൂൻ്റെ കാറാടുണ്ടോ, അവൻ എത്തിയോ എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ എത്തിയിട്ടില്ല, ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്.
തുമ്പി എവിടെയെന്നുള്ള ഒന്നടങ്കമുള്ള ചോദ്യം എന്താ പറയുക, തുമ്പി ഇവിടെ ഇല്ല ഗൈസ്, തുമ്പി അവിടെയാണുള്ളത്, വൈശാലിൻ്റെ വീട്ടിലുള്ളത്. കല്യാണി ഹേസുമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഹേസുവിൻ്റെ കൂടെ ആയിരുന്നു കളിക്കുക. അംഗനവാടി വിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയി, അവിടെയാണുള്ളത് കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണം കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇതാ ചായയൊക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തുനിന്ന് ദൃശ്യം ഇതാ ഓരെത്തി എന്ന് പറഞ്ഞ് വിളി വന്നപ്പോൾ ഞങ്ങൾ ഇതാ വേഗം പോയി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ആരെയും കിച്ചൊക്കെ എത്തിയിട്ടുണ്ട്. പണ്ട് ഞങ്ങളിങ്ങനെയായിരുന്നു വയനാട്ടിലേക്ക് പോവുക, വെക്കേഷൻ ടൈമിൽ അല്ലെങ്കിൽ ഇടയ്ക്കും തലയ്ക്കൊക്കെയാണ് പോകുന്നത് എന്നുള്ളതുകൊണ്ട് കുറച്ച് ഗാംഭീര്യത്തിലാണ് ഞങ്ങൾ പോകാറ്. കുറച്ച് ഡിമാൻഡ് കൂടുതലാണ് ഞങ്ങൾക്ക്, ദൂരം കൂടുന്നവരും ഡിമാൻഡ് കൂടുന്നത് നേരാണ്. നമ്മളെ ചെറുതിനെ പ്രസവിച്ച് കിടക്കുമ്പോഴാണ് കിച്ചുട്ടിനെ കണ്ടത് കേട്ടോ. പിന്നെ അത് അപ്പോഴാണ് കാണുന്നത്, ആൾ കുറച്ച് നീളം വെച്ച പോലെയൊക്കെ തോന്നി. ഡെയിലി കാണുമ്പോൾ നമുക്ക് ചേഞ്ചസ് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അമ്മ ഓടി ചെന്നിട്ട് അവനെ എടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അവന് തുമ്പിക്ക് അറിഞ്ഞുകൂടാ അന്ന് കിച്ചു വരുന്ന കാര്യം ഒന്ന് സർപ്രൈസ് ആക്കി നിർത്തിയാണ്. പക്ഷേ കുട്ടി സർപ്രൈസ് ആവാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ ലഗേജ് എടുക്കുക എന്നുള്ളത്. നമുക്ക് പണ്ടൊക്കെ നമ്മൾ വിധം സാധനങ്ങൾ, നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് അത് ഇതൊക്കെ എടുത്തുകൊണ്ടിട്ടുണ്ട്. കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കുറേ സാധനങ്ങൾ തന്നെ ഉള്ളൂ നമ്മളെ കയ്യിലുണ്ടാവുക. അപ്പോൾ അതാ അമ്മമ്മ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ. അമ്മമ്മേനെ കണ്ടപ്പോൾ അതാ അവൻ്റെ ചിരി കളി തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്താ പറയുക, ഇനി കുറച്ച് ദിവസം അവൻ 1-2 ദിവസം ആണെങ്കിൽ കൂടി നമ്മളെ കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ എല്ലാവരും. പിന്നെ അവൻ എടുക്കാനുള്ള ഓട്ടപ്പാച്ചിലുകളായിരുന്നു. ഇനി ഞാൻ എടുക്കട്ടെ എന്നാണ് പോയത് കേട്ടോ. അപ്പോൾ അമ്മമ്മ നീ അങ്ങനെ എടുക്കല്ലേ, നീ വിളിച്ച് നോക്കും വരുമോ നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഞാൻ നാണം കിടന്ന് കാണാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇതാ ചുട്ടുമണീനെ കണ്ടിട്ട് ചെറുതിനെ കണ്ട് ചേർത്ത് നോക്കുക, ആരാ ഇവൻ ഇന്നാൾ വന്ന് പോയതാണല്ലോ എന്നൊക്കെയാണ് കാശിക്കുട്ടൻ നോക്കുന്നത്. ഹലോ, ഇന്നെയാ നോക്കുന്നേ. കഴുത്ത് കുറച്ചല്ലേ തുമ്പി ആടെ അങ്ങനെ അവിടെ ഇട്ട് വന്നിട്ട് ആടെ എത്തിയിട്ടുള്ളൂ, ഇങ്ങോട്ട് എത്തിയില്ല. പിടിക്കുന്ന കണ്ടിട്ടോ, പേടിയുണ്ടോ അവന്? ഉക്കത്തെടുക്കും. ഇവന് കൈ കിട്ടിയ റെഡി ആക്കാന്നുള്ള മട്ടുണ്ട് കേട്ടോ. വൈശാഖാണ് നോക്കുന്നേ. പട്ടി അടിച്ചോ കുറച്ച് കണ്ടോ, ചേട്ടൻ പുതിയ സ്യൂട്ട് കേസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. വരുത്ത് കാണുമ്പോൾ നിങ്ങൾ കരുതും കുറേ ദിവസത്തേക്കാണ് ദുഷ്ടന്മാർ, 2 ദിവസമേ നിന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കട വീട് പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വേഗം പോകേണ്ടി വന്നു. എന്നാലും 2 ദിവസം നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ അമ്മച്ചനെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ കേട്ടോ ചെറുതിനെ. നമ്മളെ കിച്ചുട്ടൻ അങ്ങനെ പരിചയക്കുറവും കാര്യമൊന്നും ഉണ്ടായില്ല കേട്ടോ. എല്ലാവരുടെ അടുത്തും വന്ന് ഭയങ്കര കളിയായിരുന്നു അവൻ. കുട്ടികളെ ടേക്ക് കെയർ ചെയ്യാൻ അല്ലുട്ടനെ കഴിച്ചേ ആളുള്ളൂ കേട്ടോ. അല്ലു നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുക, അവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിലാണ് കൊഞ്ചിക്കട്ടെ എപ്പോഴും. ഇപ്പോൾ കിച്ചുവിനെയും അതുപോലെ കാശിക്കുട്ടനെയും ഹേസുവിനെയും ഒക്കെ. പിന്നെ ഇവൻ ഇത്തിരി ഇടയൽ, അതായത് തമ്മിൽ അടി കൂടുതൽ ആരും ഇട്ടച്ചാൽ തുമ്പി അല്ലു ഇടയ്ക്ക് അടി കൂടും, ഇടയ്ക്ക് ഭയങ്കര സ്നേഹമായിരിക്കും കേട്ടോ. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തുക, നീ നോക്കിക്കോ ഞാനും കാശി ടീമാവും, നീ ഒറ്റയ്ക്കാവുന്നതാണ് തുമ്പി പറയുക. അതേപോലെയാണ് അല്ലും പറയുക കേട്ടോ. പക്ഷേ എന്നാലും അവർക്ക് രണ്ടാക്കും കാണാതിരിക്കാനോ ഒന്നും പറ്റില്ല കേട്ടോ. ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റാണ് അല്ലും തുമ്പിയും തമ്മിൽ. കുട്ടികളെടുക്കാൻ പേടിയായിരുന്നു. ഇപ്പോൾ വൈശാട്ടനതിൽ എക്സ്പേർട്ട് ആയിട്ട് ഇപ്പോൾ പേടിയൊന്നും ഇല്ലാതെ കുട്ടികളെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവൻ വന്നപ്പോൾ തന്നെ തുടങ്ങിയിട്ടോ. പിന്നെ എല്ലാവരും മേല് വന്നൊന്ന് വേദനയാക്കില്ലേ ഓൻ സമാധാനേ ഉണ്ടാവില്ല. ഒരു നുള്ള്, ഒരു മാന്ത്, ഒരു അടിയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ചെക്കന് സമാധാനം ഉണ്ടാവുള്ളൂ. ഇവിടെ പിന്നെ സെറ്റായിട്ടോ. അയ്യോ ഏട്ടനും അനിയനും കൂടെ ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ ആയിരുന്നു. കിച്ചുട്ടനാണെങ്കിലും ആൺകുട്ടികളോട് പ്രത്യേക ഒരു മമത ഉണ്ടോ എന്നൊരു സംശയം കേട്ടോ. കാരണം അല്ലൂസ് വരുമ്പോൾ ഭയങ്കര കളിയായിരിക്കും. തുമ്പിനോട് അത്ര കളി അങ്ങോട്ട് ആയിട്ടില്ല മൂപ്പർക്ക്. അല്ലു കാര്യമായിട്ട് കൊഞ്ചിക്കുണ്ടായിരുന്നു. കുറേ ഉമ്മ കൊടുക്കുക, കെട്ടിപ്പിടിക്കുക, എന്തൊക്കെയോ വർത്താനം പറഞ്ഞൊക്കെ നല്ല രസമാണ്.
ഹായ് കണ്ണ് തുറക്കല്ലേ അല്ലയോ ഇവനെന്താ ആലോചിക്കുന്നേ അങ്ങനെ രാവിലെ അംഗനവാടി പോയ പീസ് തിരിച്ചു വരുന്ന സമയം നോക്കിയേ രാത്രി ആവാനായിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതാണ് അപ്പൊ വരുന്ന വഴിക്കാണ് മുപ്പത്തി അറിഞ്ഞത് ഇവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ട് അകത്ത് അകത്ത് അവിടെ അവിടെ അതിനോ കരയണേ വണ്ടി കൊണ്ട് തന്നെ ഇവിടെ പിന്നെ വാഴ നനയുമ്പോൾ ചീര നനയുക എന്നതിൻ്റെ സ്ഥിരം പ്രയോഗം തന്നെ ഇടേണ്ടി വരികയാണ് കാരണം ഒരുത്തനാടെ വീഡിയോ കാണുക രണ്ടാളും മസാജ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണെങ്കിലും കാണുന്നത് ഫോണിലേക്കാണ് കേട്ടോ കണ്ണ് രണ്ട് ഫോണിലേക്കാണ് പിന്നെ നട്ട പതിരയ്ക്ക് നടന്നതൊക്കെ എന്താ വെച്ചാൽ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തതൊക്കെ വാങ്ങിക്കാൻ പോവുക അല്ലുവിൻ്റെ ഒരു സ്ഥലത്ത് ഞങ്ങളത് ഒരു സ്ഥലത്തൊക്കെ ആയിരുന്നു കേട്ടോ അതെല്ലാം വാങ്ങിച്ചുകൊണ്ടുവന്ന് രാത്രിയാണ് ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് ഇട്ട് നോക്കുന്നത് തന്നെ അത്രയും നമ്മൾ ഓട്ടപ്പാച്ചിലായിരുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് പിന്നെ മേക്കപ്പും കാര്യമൊക്കെ സെറ്റായിരുന്നു ഇനി പുലർച്ചയ്ക്ക് അവർ വരും എന്ന് പറഞ്ഞ് നിൽക്കുമ്പം അതിലൊരു ട്വിസ്റ്റ് ഉണ്ടായി അതെന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം അടുത്ത നമ്മളെ നൂലുകെട്ടിൻ്റെ വീഡിയോ ആണ് കേട്ടോ ബൈ